തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും എംഎൽഎയുമായ ആന്റണി രാജു മൂന്നാം പ്രതി കെ എസ് ജോസും മേൽക്കോടതിയെ സമീപിക്കും. അനുകൂല വിധി നേടിയില്ലെങ്കിൽ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. വിധി പകർപ്പ് വന്നാൽ എംഎൽഎ സ്ഥാനത്ത് നിന്നും നീക്കിയുള്ള വിജ്ഞാപനം നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉടൻ പുറത്തിറക്കും. ആന്റണി രാജുവിന് 3 വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചത്. ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവ്, തെളിവ് നശിപ്പിക്കലിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും, കള്ളത്തെളിവ് ഉണ്ടാക്കൽ വകുപ്പിന് 3 വർഷം തടവ് എന്നിങ്ങനെയാണ് നെടുമങ്ങാട് 1ാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. 1ാം പ്രതി കെ എസ് ജോസിനും ഇതേ ശിക്ഷ തന്നെയാണ്. ശിക്ഷാവിധിക്ക് പിന്നാലെ അപ്പീൽ ആവശ്യം ചൂണ്ടിക്കാട്ടി പ്രതികൾ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പിന്നാലെ 2 ആൾ ജാമ്യത്തിൽ 2 പേർക്കും കോടതി ജാമ്യം അനുവദിച്ചു. ശിക്ഷാവിധി ആന്റണി രാജുവിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി. ജനപ്രാതിനിധ്യ നിയമപ്രകാരം ആന്റണി രാജു എംഎൽഎ സ്ഥാനത്തു നിന്നും അയോഗ്യനായി. നിയമസഭാ സെക്രട്ടേറിയറ്റ് അയോഗ്യനാക്കി വിജ്ഞാപനം പുറത്തിറക്കും. 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ആന്റണി രാജുവിന് കഴിയില്ല. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.